നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. ഇന്നത്തെ റബ്ബർ വിലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതായത് 12/7/2026 റബ്ബർ വിലകളാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. റബ്ബർ വിലകൾ എല്ലാ ദിവസവും മുടങ്ങാതെ രാവിലെ 9 മണിക്ക് തന്നെ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ചാനലിൽ മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന ജോയിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് മെമ്പർഷിപ്പൊക്കെ ഒന്ന് എടുക്കണം. മെമ്പർഷിപ്പ് എടുക്കുന്നവരുടെ പേരുകൾ അടുത്ത വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ പേരും സ്ഥലപ്പേരും കൂടെ എനിക്കൊന്ന് കമൻറ്റ് ചെയ്തേക്കണം. ഇന്നലെ മെനഞ്ഞാന്നുമായിട്ട് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും കനത്ത മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ജൂലൈ മാസം നമ്മുടെ റബ്ബറിന് ഈ മഴ കൊള്ളില്ല. അപ്പോൾ നമ്മുടെ ഈ ജൂലൈ മാസം നമ്മൾ മഴയിൽ നിന്ന് രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഉൽപ്പാദനം വർദ്ധിക്കുകയും ചെയ്യും. നമ്മുടെ റബ്ബറിൻ്റെ ഇലയ്ക്കുണ്ടാകുന്ന കേടുപാടുകൾ ഉണ്ടാവുകയില്ല. റബ്ബറിൻ്റെ ഇല പൊഴിയുകയില്ല. വേറൊരാൾ നമ്മളോട് കമൻറ്റിലൂടെ ചോദിക്കുന്നു, അദ്ദേഹം ടാപ്പിംഗ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പാൽ സൈഡിൽ കൂടെ ഒലിച്ചു പോകുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഒലിച്ചു പോകുന്നത് പാലിന് കൊഴുപ്പ് കൂടുതൽ ഉള്ളതുകൊണ്ടാണ്. നമ്മൾ ആ ടാപ്പിംഗ് നിർത്തിയിട്ട് വീണ്ടും പുനരാരംഭിക്കുമ്പോൾ ഒരു 3-4 ദിവസം അങ്ങനെ സൈഡിൽ കൂടെ പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ പാലിന് കട്ടി കൂടുതലായിരിക്കും. അപ്പോൾ 5-6 വർഷം പഴക്കമുള്ള മരങ്ങളാണെങ്കിൽ, ടൈമറാണെങ്കിൽ അങ്ങനെ സംഭവിക്കില്ല. തന്നെയല്ല, നമ്മുടെ ഈ റബ്ബറിൻ്റെ പട്ടയ്ക്ക് ഒരു ചരിവ് വേണം. 30 ഡിഗ്രി ചരിവെങ്കിലും വേണം. നമുക്കൊട്ട് സമയം കളയാതെ ഇന്നത്തെ റബ്ബർ വില നോക്കാം. ഇന്നത്തെ റബ്ബർ വില നോക്കിക്കഴിഞ്ഞാൽ റബ്ബർ വില കേരളത്തിൽ കുതിച്ച് കയറിയിരിക്കുകയാണ്. അപ്പോൾ ഒരാൾ നമ്മളോട് കമൻറ്റിലൂടെ പറഞ്ഞു 5 രൂപയെങ്കിലും വർദ്ധിച്ചെങ്കിലേ കുതിച്ച് കയറി എന്ന് പറയാവുള്ളൂ എന്ന് പറഞ്ഞു. എന്നാൽ ചില ഇനങ്ങൾക്ക് ഇന്ന് 5 രൂപ വർദ്ധിച്ചിട്ടുണ്ട്. അതുപോലെ കർണാടകത്തിൽ വില കുതിച്ച് കയറിയിരിക്കുകയാണ്. ലാറ്റക്സിൻ്റെ വ്യാപാരി വിലയിൽ സർവ്വകാല റെക്കോർഡുകൾ തകർത്ത് മുന്നേറിയിരിക്കുകയാണ്. നമുക്ക് ആദ്യം കേരളത്തിലെ റബ്ബർ വില നോക്കാം. റബ്ബർ ബോർഡ് വില കോട്ടയം RSS4 1 കിലോയ്ക്ക് 276 രൂപ, RSS5ന് 272 രൂപ, ISNA 20ക്ക് 235 രൂപ, ലാറ്റക്സ് 60%ന് 178 രൂപ 60 പൈസ. ഇതാണ് കോട്ടയത്തെ വിലകൾ. ഇനി നമുക്ക് കൊച്ചിയിലെ വിലകൾ നോക്കാം. RSS4 276 രൂപ, RSS5ന് 272 രൂപ. ഇതാണ് കൊച്ചിയിലെ വിലകൾ. ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് ഗ്രേഡ് ഇനം ഷീറ്റിൻ്റെ വില നോക്കാം. ലൂസ് 1 കിലോയ്ക്ക് 269 രൂപ, ലോട്ടിന് 236 രൂപ മുതൽ 241 രൂപ വരെയും. ഇനി ഒട്ടുപാലിൻ്റെ വില നോക്കാം. 80% DRCL ഒട്ടുപാലിന് 174 രൂപ, 60% DRCL ഒട്ടുപാലിന് 130 രൂപ 50 പൈസ. ഇനി നമുക്ക് ലാറ്റക്സിൻ്റെ വ്യാപാരി വില നോക്കാം. ഫീൽഡ് ലാറ്റക്സ് 253 രൂപ, 25% DRC ഉള്ള 200 ലിറ്റർ കൊള്ളുന്ന പാലിന് 12,650 രൂപ, 30% DRC ഉള്ളതിന് 15,180 രൂപ, 35% DRC ഉള്ളതിന് 17,710 രൂപ. ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ റബ്ബറിൻ്റെ വ്യാപാരി വില നോക്കാം. വ്യാപാരി വില കോട്ടയം RSS4 1 കിലോയ്ക്ക് 268 രൂപ, RSS5ന് 264 രൂപ, ISS 234 രൂപ 50 പൈസ മുതൽ 235 രൂപ വരെയും. ഒട്ടുപാലിൻ്റെ വിലയെന്ന് പറയുന്നത് 154 രൂപ മുതൽ 167 രൂപ വരെയും. ഇന്നത്തെ കേരളത്തിലെ റബ്ബർ വില നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ RSS4നും 5നും 1 കിലോയ്ക്ക് 1 രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത്. ലൂസിൻ്റെ വിലയിൽ 1 കിലോയ്ക്ക് 1 രൂപ വർദ്ധിച്ചു, ലോട്ടിന് 1 രൂപ വർദ്ധിച്ചു. ഇനി റബ്ബറിൻ്റെ വ്യാപാരി വില നോക്കിക്കഴിഞ്ഞാൽ RSS4നും 5നും 1 കിലോയ്ക്ക് 1 രൂപ വർദ്ധിച്ചു, ISSന് 5 രൂപ വർദ്ധിച്ചു, ഒട്ടുപാലിന് 1 രൂപ വർദ്ധിച്ചു. ഇനി ലാറ്റക്സിൻ്റെ വ്യാപാരി വിലയിൽ 3 രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് കർണാടകയിലെ വില നോക്കാം. RSS3ക്ക് 1 കിലോയ്ക്ക് 272 രൂപ 50 പൈസ, 4ന് 272 രൂപ, 5ന് 267 രൂപ, ലോട്ടിന് 236 രൂപ, ഒട്ടുപാൽ 167 രൂപ വരെയും. കർണാടകയിലെ വില നോക്കി കഴിഞ്ഞാൽ RSS3ക്കും 4നും 5നും ലോട്ടിന് 1 കിലോയ്ക്ക് 1 രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത്, ഒട്ടുപാലിന് 2 രൂപ വർദ്ധിച്ചു. വിദേശത്ത് നിന്ന് അവധിയാണ്. ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് സാധനങ്ങളുടെ വില നോക്കാം. തേങ്ങ 1 കിലോയ്ക്ക് 40 രൂപ മുതൽ 50 രൂപ വരെയും. വെളിച്ചെണ്ണ തയ്യാർ 225 രൂപ, വെളിച്ചെണ്ണ മില്ലിംഗ് 230 രൂപ, കൊപ്ര എടുത്തപടി 137 രൂപ, അടയ്ക്ക പുതിയ തുരിയിലേക്ക് 360 രൂപ, അടയ്ക്ക പഴയ തുരിയിലേക്ക് 360 രൂപ, കാഞ്ഞിരക്കുരു 1850 രൂപ, കയർ നേരിയത് 3800 രൂപ, ജാതിക്ക തൊണ്ടൻ 360 രൂപ, ജാതിപത്രി ചുവപ്പ് 1550 രൂപ, ജാതിപത്രി ചുവപ്പ് സെക്കൻഡ് 400 രൂപ, ജാതിപത്രി മഞ്ഞ 1600 രൂപ, ജാതിപത്രി ഫ്ലവർ ചുവപ്പ് 1950 രൂപ മുതൽ 2050 രൂപ വരെയും, ജാതിപത്രി ഫ്ലവർ മഞ്ഞ 2250 രൂപ മുതൽ 2350 രൂപ വരെയും, ഗ്രാമ്പു 810 രൂപ, നാടൻ 935 രൂപ, ജാതിക്ക തൊണ്ടില്ലാതെ പുതിയത് 600 രൂപ മുതൽ 650 രൂപ വരെയും, ജാതിക്ക തൊണ്ടില്ലാതെ പഴയത് 300 രൂപ, സെക്കൻഡ് 200 രൂപ, പിണ്ണാക്ക് എക്സ്പെല്ലർ 35 രൂപ, റോട്ടറി 38 രൂപ, കുരുമുളക് അൺഗാർബിൾഡ് 1 കിലോയ്ക്ക് 696 രൂപ, കുരുമുളക് പുതിയത് 1 കിലോയ്ക്ക് 686 രൂപ, കുരുമുളക് ഗാർബിൾഡ് 1 കിലോയ്ക്ക് 716 രൂപ, ചുക്ക് ബെസ്റ്റ് 325 രൂപ, മഞ്ഞൾ സേല 155 രൂപ, വാഴക്കുളം പൈനാപ്പിൾ പച്ച സ്പെഷ്യൽ ഗ്രേഡ് 32 രൂപ, പച്ച 30 രൂപ, പഴം 37 രൂപ,
കാപ്പിപ്പരിപ്പ് കിൻഡൽ 38,000 രൂപ, ഉണ്ടച്ചാക്ക് 54 കിലോ 11,600 രൂപ, കുരുമുളക് വയനാടൻ 695 രൂപ, ചേട്ടൻ 685 രൂപ, ഇഞ്ചിച്ചാക്ക് 60 കിലോ 7,500 രൂപ, ഏലം ഉണക്ക കിലോ 2,600 രൂപ മുതൽ 3,200 രൂപ വരെ, നെല്ല് കിൻഡൽ 2,500 രൂപ, നേന്ത്രക്കായ കിൻഡൽ 2,600 രൂപ. ഇനി നമുക്ക് പാലക്കാട് മാർക്കറ്റ് നോക്കാം. ചുക്ക് 250 രൂപ മുതൽ 275 രൂപ വരെ, അടയ്ക്ക 350 രൂപ, പുതിയ അടയ്ക്ക 275 രൂപ, കസ്തൂരി മഞ്ഞൾ 110 രൂപ, ഗ്രാമ്പു 850 രൂപ, ജാതിത്തൊണ്ടൻ 300 രൂപ, ജാതിപ്പരിപ്പ് 650 രൂപ, കച്ചോലം 550 രൂപ, ജാതിപത്രി 1,600 രൂപ മുതൽ 2,200 രൂപ വരെയും, കുരുമുളക് 680 രൂപ, ഏലക്ക 2,000 രൂപ, തേങ്ങ 46 രൂപ മുതൽ 48 രൂപ വരെയും, വിരൽ മഞ്ഞൾ 150 രൂപ, തട മഞ്ഞൾ 140 രൂപ, കൊക്കോ പൊളിച്ചത് 250 രൂപ, കാപ്പിക്കുരു തൊണ്ടൻ 180 രൂപ. ഇതാണ് ഇന്നത്തെ വിലകൾ. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. മറ്റൊരു വീഡിയോയുമായി ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.